ഈ ഡിപ്പിൽ വാങ്ങാൻ പറ്റിയ 10 കോയിൻ. 10 കോയിൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അണ്ടർ പെർഫോം കോയിനാണ്. ലെയർ 1, ലെയർ 2 ഉള്ള കോയിൻ, പുതിയ പ്രോജക്റ്റുകൾ ഇങ്ങനെയുള്ള കോയിനുകളാണ്. ഫസ്റ്റ് എ സ്റ്റാർ ഡീസെൻട്രലൈസ്ഡ് കോയിനാണ്. അത് ഇപ്പം കഴിഞ്ഞ ഡിപ്പിൽ പെർഫോം ചെയ്യാത്ത കോയിനാണ്. ANKR ഡെവി പ്രോജക്റ്റ് ആണ്. അത് കഴിഞ്ഞ ഡിപ്പ് വർക്കായിട്ടില്ല. അടുത്ത ഇനിയും വരുന്ന ഈ ഒരു ബുൾറണിൽ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള കോയിനാണ് ANKR. CHZ NFT ബേസ്ഡ് കോയിനാണ്. അതും അടുത്ത ഈ ബുൾറണിൽ നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കോയിനാണ്. ഫ്ലക്സ് FLEX ഫ്ലക്സ് Web3 കോയിനാണ്. ഡീസെൻട്രലൈസ്ഡ് കോയിൻ. ഇത് ഒത്തിരി പേര് അക്കുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ്. ഫ്ലക്സ് HJZ ലെയർ 1 ചെയിനാണ്. തീർച്ചയായിട്ടും വാങ്ങിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ചേർക്കുന്ന ഒരു കോയിനാണ് CRO എക്സ്ചേഞ്ച് ബേസ്ഡ് കോയിനാണ്. സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് ഉള്ള കോയിനാണ്. അതുകൊണ്ട് CRO ഇനിയും അണ്ടർ പെർഫോമൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള കോയിനാണ് CRO. എംബോക്സ് സ്വന്തമായിട്ട് വാലറ്റുള്ള കോയിനാണ്. അതും അടുത്ത ഈ ഡിപ്പിൽ നല്ലൊരു റിട്ടേൺ തരാനുള്ള സാധ്യതയുള്ള കോയിനാണ് എംബോക്സ്. ARB ആർബിറ്റേറിയം അതെല്ലാവർക്കും ഫെമിലിയർ കോയിനാണ്. കഴിഞ്ഞ 24 ഒരു ബുൾറണിൽ പോലും അധികം വലിയ പെർഫോം ചെയ്യാത്തൊരു കോയിനാണ് ആർബിറ്റേറിയം. APT അക്ടോസ് അതും എല്ലാവർക്കും അറിയാവുന്ന കോയിനാണ്. അത് ഇപ്പോ നല്ല വാങ്ങിക്കാൻ പറ്റിയ റേറ്റിലാണുള്ളത്. വാങ്ങിച്ചു വെക്കുക. നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള കോയിനാണ്. KDA ലെയർ 1 കോയിനാണ്. ഇപ്പൊ നല്ല റേറ്റിലാണുള്ളത്. വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചു വെക്കുക. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. അപ്പൊ ഇത് വാങ്ങിക്കുന്നവർ അവനവന്റെ സ്വന്തം റിസ്കിൽ വാങ്ങിക്കുക. റിസ്ക് ഉണ്ട്, ശ്രദ്ധിച്ചു വാങ്ങിക്കുക.